ഞങ്ങളെ ട്യൂഷൻ ഒന്നിച്ച് ഇപ്പോഴും പഠിക്കുന്നത്. ട്യൂഷൻ ഒരുമിച്ച് പഠിക്കുന്നു. മോളെ കൂടെ ട്യൂഷൻ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അന്നത്തെ ദിവസം രാവിലെ മോൾക്ക് പനിയായതുകൊണ്ട് ട്യൂഷന് മാത്രമേ പോയുള്ളൂ. അന്നേരം മോളോട് ചോദിച്ചു, അമ്മു നീ ഇന്ന് ട്യൂഷന് മാത്രമേ വരുന്നുള്ളൂ, സ്കൂളിൽ പോകുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല, പോകുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് പനിയടിയെങ്കിലും ഞാൻ പോകുക എന്നും പറഞ്ഞ് പോയ കുഞ്ഞിനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പനിയായിരുന്നോ? മോക്ക് പനിയായിരുന്നു. അവൻ അന്നേരം പറഞ്ഞ അവനും പനിയാ, എങ്കിലും ഞാൻ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മോനിങ്ങനെ മരിച്ചെന്ന വാർത്ത അറിഞ്ഞത്. മോളന്ന് പനിയായിട്ട് സ്കൂളിൽ പോയില്ല. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കാണുകയൊക്കെ ചെയ്യുമോ എല്ലാവരും കൂട്ടുകാർ? ട്യൂഷനില്ലയോ കാണും. മരിക്കുന്ന ദിവസം രാവിലെ ട്യൂഷന് മോളുമായിട്ട് കണ്ട് സംസാരിച്ചിട്ട് പോയതാ. മോക്ക് അലീനയ്ക്ക് പനിയല്ലയോ, ഇന്ന് പോകുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയതാ. മോൻ സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു വേദനയായിപ്പോയി. എല്ലാത്തിലും ആക്റ്റീവായിരുന്നു തോന്നല്ലേ മോൻ? നല്ല ആക്റ്റീവായിരുന്നു. 7ാം ക്ലാസ് വരെ ഒന്നിച്ചായിരുന്നു ക്ലാസ്സിൽ? സ്കൂൾ ഇപ്പൊ 8ാം ക്ലാസ് തൊട്ട് ട്യൂഷൻ ഒരുമിച്ചാ. ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു എന്ന് അധ്യാപകരും പറയുന്നു. മോളെ അവൻ എല്ലാവരോടും ഭയങ്കര സ്നേഹം, അവൻ എല്ലാവരും സഹായിക്കാനൊക്കെ നടക്കും. നേരത്തെ അങ്ങനെയായിരുന്നു അല്ലേ? നേരത്തെ അങ്ങനെയായിരുന്നു. കൊച്ചിന് വിഷമമെന്ന് വെച്ചാൽ അന്ന് സംസാരിച്ചിട്ട് പോയതല്ലേ ഉള്ളു, അതാ മോക്ക് അത്രയും സങ്കടം. അറിഞ്ഞത് മുതൽ ഇങ്ങനെയായിരിക്കും അല്ലേ? ഈ ഒരു അറിഞ്ഞപ്പോ കണ്ണും തള്ളി ഷോക്ക് അടിച്ച് കണക്കായിരുന്നു നിന്ന് എൻ്റെ മോള്. ഒരുപാട് പ്രതീക്ഷയായിട്ടൊക്കെ അമ്മ വിദേശത്തേക്ക് പോയതായിരിക്കുമല്ലോ അല്ലേ? അതെ അതെ. വീടുമായിട്ട് കണക്ഷൻ ഉള്ളതാണോ? വീടുമായിട്ട് ഇല്ല, മോനിങ്ങനെ സ്കൂളിൽ വെച്ച് കാണുന്നതേ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല? ഒന്നും അറിയില്ല നമുക്ക്. മോശം വീടാണെന്നോ സാമ്പത്തികമായിട്ട് മോശമാണെന്നോ? നമ്മളങ്ങനെ പിള്ളേരെ വേർതിരിച്ചൊന്നും കാണുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ കാണുകയല്ലേ? നമുക്ക് എല്ലാ പിള്ളേരും ഒരുപോലെ. എല്ലാവരും 9 പേര് എന്തൊരു സ്നേഹമായിരുന്നു അതറിയാവോ? 9 പേരായിരുന്നു നമ്മളെ ഒരു ടീം. 6 പേര് 9 പേരായിരുന്നു. 7ലായപ്പം 8 പേര്. 9 പേര്. ക്ലാസ്സിൽ പിള്ളേർ കുറവല്ലേ അവിടെ സ്കൂളിൽ. 9 പേര് നല്ല സ്നേഹം. ആ ബോസാർ എന്ന് പറയുന്ന സാറാണെങ്കിൽ അവരെ മക്കളെ പോലെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളോട് സംസാരിച്ച സാറ് അവരെന്ത് എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുപ്പിക്കും. അതേപോലെ തന്നെ പിള്ളേരെ ഒരു പിതാവിനെ പോലെ കണ്ട് ആ മക്കളെ നോക്കുന്നത് സാറ്. നമുക്ക് വല്ലാത്തൊരു സങ്കടം. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ നമ്മളിങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നു? ഇല്ല, സാറ് നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ പിള്ളേരെ. ഇവരെല്ലാവരും വേർതിരിവില്ലാതെ എല്ലാവരെയും സ്നേഹിക്കും. സാറിൻ്റെ മോളെ പോലെ തന്നെ സാർ എല്ലാവരെയും സ്നേഹിച്ചിരുന്നത്. അവനും നല്ലൊരു കൊച്ചായിരുന്നു. അവൻ്റെ വീട്ടിലെ അവസ്ഥകളൊന്നും ആരോടും പറയാറുമില്ല. കഷ്ടപ്പാടാണെങ്കിൽ ഒന്നും അറിയത്തില്ല. പിന്നെ പിള്ളേർ സ്കൂൾ വണ്ടി വരുമ്പോൾ ഞാൻ വീട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്, സ്കൂൾ വണ്ടി വരുമ്പോൾ ഈ വഴി വരുമ്പോൾ വീടൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയെന്ന് ഇപ്പോൾ പറയും. നമുക്കറിയത്തില്ല. എപ്പോഴും എല്ലാവരുടെയും കാര്യങ്ങൾ പറയാറുണ്ട്.